ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും കപ്പ വേവിച്ചതിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മാങ്ങാക്കാലമാണല്ലോ ഈ സമയത്ത്, അതുകൊണ്ട് ഞാൻ പച്ചമാങ്ങ കൊണ്ടാണ് ഈ ചമ്മന്തി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം ഞാനൊരു കടായി ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അര ടീസ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് എരിവിനായിട്ട് ഞാൻ വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവിനായിട്ട് അതുപോലെ ഒരു 5 വറ്റൽമുളക് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ചുവന്നുള്ളിയും ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി രണ്ടും നമുക്ക് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചിട്ട് വേണം ഇത് വഴറ്റാൻ. അപ്പോൾ എരിവനുസരിച്ച് വേണം നിങ്ങൾ വറ്റൽമുളകിൻ്റെ എണ്ണം കണക്കാക്കാൻ. ഇത് നല്ല എരിവ് ഉള്ളതുകൊണ്ട് ഞാൻ 5 മീഡിയം സൈസിലുള്ള വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കൊച്ചുള്ളിയുടെ ടേസ്റ്റ് വല്ലാതെ മുന്നിട്ട് നിൽക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ 4 കൊച്ചുള്ളി മാത്രമേ ഈ ചമ്മന്തിയിലേക്കായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാനിവിടെ വറുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ട് തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ ചമ്മന്തിക്കായിട്ട് ഞാനിവിടെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളൂ. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ വഴറ്റിയിട്ടുള്ള മുളകും ചുവന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിൽ ഇത് 1-2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തിട്ട് എടുത്താൽ മതി, അരഞ്ഞു പോകരുത്. ഇനി അതിലേക്ക് ഞാൻ ഒരു അര കപ്പ് ചിരവിയ തേങ്ങയാണ്, അതായത് ഫ്രഷ് തേങ്ങ വേണം നമ്മൾ ചമ്മന്തിക്ക് എടുക്കാൻ, ഫ്രിഡ്ജിൽ വെച്ചൊന്നും എടുക്കരുത്. ഇനി അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ട് ഒരു 3-4 പ്രാവശ്യം പൾസ് ചെയ്ത് നമ്മൾ ഇതുപോലെ വേണം ചമ്മന്തി അരച്ചെടുക്കാൻ. നല്ല പേസ്റ്റ് പോലെ ഒരിക്കലും ചമ്മന്തി നമ്മൾ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ അരച്ചെടുത്ത ശേഷം ഞാനതൊരു വാഴയിലയിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നമ്മൾ ആ വെളിച്ചെണ്ണ ആ ചമ്മന്തിയുടെ എല്ലാ ഭാഗത്തേക്കും കൈ വെച്ച് തന്നെ കുഴച്ച് കൊടുക്കണം. കുഴച്ച് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. അരകല്ലിലൊക്കെ ചെയ്താൽ വളരെ ടേസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ ഇക്കാലത്ത് നമുക്ക് അരകല്ലൊന്നും നമ്മളെ വീടുകളിൽ അധികമായിട്ടും കാണാറില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തത്. അപ്പോൾ ആ വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ച് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. കഞ്ഞി, ചോറ്, അതുപോലെ കപ്പ വേവിച്ചത്, പുഴുക്ക്, ഇതിനെല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള നാടൻ മാങ്ങ ചമ്മന്തിയാണ് ഞാനിവിടെ തയ്യാറാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.